ധർമ്മസ്ഥലയിൽ യൂട്യൂബർ മനാഫിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. അന്വേഷണത്തിന് സഹായകരമായ നിർണായക തെളിവുകൾ SITക്ക് കൈമാറിയതായി മനാഫ് വ്യക്തമാക്കി. മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യെ കോടതിയിൽ തെളിവിനായി ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് SITക്ക് കൈമാറിയതെന്ന് മനാഫ് പറഞ്ഞു. ചോദ്യം ചെയ്യൽ ഇന്ന് പൂർത്തിയായേക്കും. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ ധർമ്മസ്ഥലയിൽ പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം ഈ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. ഇത് ഏറ്റവും ഒടുവിലാണ് മനാഫിലേക്ക് അന്വേഷണം എത്തിയത്, മനാഫിലേക്ക് ചോദ്യം ചെയ്യലെത്തിയത്. എന്തൊക്കെ കാര്യങ്ങളാണ് മനാഫിൽ നിന്നും SIT ചോദിച്ചറിഞ്ഞത്? മാത്രമല്ല, ഒരു തെളിവുകളടക്കം മനാഫിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ടെന്ന് മനാഫ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എന്തായിരിക്കും SITയുടെ നീക്കങ്ങൾ? തീർച്ചയായും ടോമെ, ഇതിൽ ഈ അന്വേഷണത്തിന് സഹായകരമായ നിർണായകമായ തെളിവുകളാണ് മനാഫ് കൈമാറിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചിന്നയ്യ എന്ന് പറയുന്ന ഈ മുൻ ശുചീകരണ തൊഴിലാളി ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇദ്ദേഹം. ഇയാൾ ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ തെളിവാണ് SITക്ക് മനാഫിനെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാട്സാപ്പ് സന്ദേശങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ടായത്. അത്തരം തെളിവുകളെല്ലാം തന്നെ SITക്ക് മനാഫ് കൈമാറിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും മനാഫിന്റെ പ്രതികരണം ഇന്ന് രാവിലെ ലഭിക്കുകയുണ്ടായി. കാരണം തുടർച്ചയായ 3-ാം ദിവസമാണ് മനാഫിനെ ചോദ്യം ചെയ്യുന്നത്. അതിൽ ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണ്. മനാഫിനെ ഈ ചോദ്യം ചെയ്യൽ ഇന്ന് വൈകിട്ടോടുകൂടി പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ വാട്സാപ്പ് ചാറ്റിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട അന്വേഷണത്തിന് വലിയ തോതിൽ നിർണായകമായേക്കാവുന്ന തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ തലയോട്ടി അത് ആരാണ് ഈ ചിന്നയെ ഏൽപ്പിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ, അതിന്റെ വീഡിയോ ദൃശ്യം പകർത്തിയതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനാഫിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. മനാഫ് ഇതിൽ പ്രതികരിച്ചത് സത്യം തെളിയണം, അതിന് ഏത് രീതിയിലും ഈ SITയുമായി സഹകരിക്കുമെന്നത് തന്നെയാണ്. SIT അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് മനാഫ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ഹാജരായ മനാഫിനെ തുടർച്ചയായ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴും ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിൽ മനാഫിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇന്ന് ഏതായാലും മനാഫിനെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വിട്ടേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ആക്ഷൻ കമ്മിറ്റി മറ്റു ഭാരവാഹികളായ ഗിരീഷ്, അതുപോലെ ജയന്ത്, അഭിഷേക് തുടങ്ങിയവരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ ഗിരീഷിനെയാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. കാരണം ചില ആക്ഷൻ കമ്മിറ്റിയുടെ ചില ആളുകൾ ഇതിൽ വഴിവിട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെയുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായേക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ ബംഗളകുട്ടയിൽ നിന്നും കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതും ഈ കേസിന് വലിയ വഴിത്തിരിവായിട്ടുണ്ട്. കാരണം അന്വേഷണം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നു. SITയുടെ നീക്കം ഇനി എന്ത്? അതാണ് കേസിൽ പ്രധാനപ്പെട്ട വഴിത്തിരിവായത്. കാരണം ഈ ചിന്നയ്യ പറഞ്ഞത് കളവാണ്, തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പല വിവരങ്ങളും പല വെളിപ്പെടുത്തലും ഇയാൾ നടത്തിയെന്നായിരുന്നു SIT ഏറ്റവും ഒടുവിലായി പറഞ്ഞത്. അതിനുശേഷമാണ് നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ ബംഗളഗുഡയിൽ നിന്നും ചില മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോഴും അവിടെ തിരച്ചിൽ തുടരുന്നുണ്ടോ? മാത്രമല്ല, ഈ മുൻ ശുചീകരണ തൊഴിലാളി ഇപ്പോൾ റിമാൻഡിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തേക്ക് വീണ്ടും എത്തിക്കാനുള്ള സാധ്യതയുണ്ടോ ബൈജു? ടോമെ, 15 ദിവസം ഇയാൾ SITയുടെ കസ്റ്റഡിയിലായിരുന്നു. നിലവിൽ ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ഇയാളുടെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചിരിക്കുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയാണ്. ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നല്ല ഇത്തരം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതെന്നും ഈ കേസിനെ വളരെ ശ്രദ്ധേയമാകുന്നു. ഇത് സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ വിട്ടല ഗൌഡ എന്ന് പറയുന്ന അയാൾ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകനും നേതാവൊക്കെയായ ഇയാൾ ചൂണ്ടിക്കാട്ടിയ ഒരു സ്ഥലത്ത് നിന്നാണ് ബംഗളഗുഡയിൽ നിന്നും ഇത്തരത്തിൽ ഒരു കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതെന്നാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത. എന്തുകൊണ്ട് ചിന്നയ്യ ആ സ്ഥലം കാട്ടിക്കൊടുത്തില്ല എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും ഇത് കുഴഞ്ഞു മറിഞ്ഞ ഒരു സ്ഥിതിയാണ് ധർമ്മസ്ഥലയിലെ കേസുള്ളത്. അത് പലപ്പോഴും മാറിയും മറിഞ്ഞും വരുന്ന സാഹചര്യമാണ്. എന്തായാലും ഈ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ അന്തിമ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കാനൊക്കെ ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ അവസാനം ഏത് രീതിയിൽ ഇതിനിപ്പോൾ ഒരു കേസ് അന്വേഷണം പരിസമാപ്തി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആകാംക്ഷയുണ്ട്. അതിൽ ഇനി ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ആരൊക്കെ ഇതിൽ കൃത്രിമ തെളിവുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ അത് ഇനി എത്ര വർഷത്തെ പഴക്കമുണ്ട്, അത് ഏത് രീതിയിൽ കൊല്ലപ്പെട്ടതാണോ അത്തരം കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അത് ഏതായാലും ഫോറൻസിക് പരിശോധനാ ഫലം തുടക്കത്തിൽ SIT നടത്തിയ പരിശോധനയിൽ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം SITക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് SIT ആ വിവരം പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ ലഭിച്ച അസ്ഥി അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെ ഫോറൻസിക് ലാബിലേക്ക് ബംഗളൂരുവിലേക്ക് ഇപ്പോൾ അയച്ചിട്ടുമുണ്ട്. ഏതായാലും എന്താണ് ഇതിൽ SITയുടെ ഒരു നിഗമനം, ഏറ്റവും ഒടുവിലായി വരാൻ പോകുന്ന നിഗമനം അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഏത് രീതിയിലാണ് ആക്ഷൻ കമ്മിറ്റി ഇതിൽ ഇടപെട്ടത്, വഴിവിട്ട ഇടപെടൽ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ സത്യമായും ഉണ്ട്, അതുപോലെ തന്നെ ഇതിൽ കെട്ടിച്ചമച്ച ഒരുപാട് തെളിവുകളുമുണ്ട്. അതെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇതിൽ സത്യം പുറത്തു വരണം എന്ന് തന്നെയാണ് നമ്മളും ഇതിൽ തുടക്കത്തിൽ മുതൽ തന്നെ ആഗ്രഹിച്ചത്. അത്തരം കെട്ടിച്ചമച്ച തെളിവുകളുണ്ടോ, അങ്ങനെയെങ്കിൽ അത് പുറത്തു വരണം. പക്ഷേ ഈ പോലീസ് ഈ കേസ് ഒരു കാരണവശാലും അട്ടിമറിക്കാൻ പാടില്ല. കാരണം നിരവധി യുവതികളുടെയും പെൺകുട്ടികളുടെയും ചോര വീണിട്ടുള്ള മണ്ണാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പെടുത്തലിലും മറ്റും പുറത്തു വരുന്നതും. പക്ഷേ ആക്ഷൻ കമ്മിറ്റിയുടെ പോരാട്ടങ്ങളെപ്പോലും അടിച്ചമർത്തുന്ന രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു SITയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ സാക്ഷിയെയും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെയും പ്രതി ചേർക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി, സാക്ഷിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇവിടെ ഇരകൾക്ക് നീതി കിട്ടണം, സത്യം പുറത്തു വരണം.